ഒരു കഥ പറയൂ. കഥ പറയൂ. കഥ പറയൂ. കഥ 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 കഥയല്ല കഥകൾ. നമസ്കാരം കുട്ടികളെ. ഇന്നത്തെ ദിവസം ഒരു അമ്മയുടെയും മകൻ്റെയും കഥ പറയാം. അവരൊരു ഗ്രാമത്തിൽ ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ മകന് ഒരു ചീത്ത സ്ത്രീയായിട്ടൊരു ഇഷ്ടം വന്നു. എല്ലാ ദിവസവും അവിടെ പോയിരിക്കാനായിട്ട് തുടങ്ങി. രാത്രി വൈകോളം അവർ സംസാരിച്ചിരിക്കും. വീട്ടിലേക്ക് വരവൊക്കെ കുറഞ്ഞു തുടങ്ങി. അമ്മയ്ക്ക് മനസ്സിലായി മകൻ്റെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ പലതരത്തിലും മകനെ തടസ്സപ്പെടുത്താനായിട്ട് നോക്കി. അവിടെ പോകരുത്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ചിലപ്പോൾ കണ്ണുരുട്ടി പറയും, ചില സമയത്ത് മിണ്ടാതിരിക്കും. അങ്ങനെയെങ്കിലും മകൻ നേരെയാകട്ടെ, അങ്ങോട്ട് പോകാതിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അതൊക്കെ ചെയ്തത്. പക്ഷെ ഒന്നും അങ്ങോട്ട് നടപടിയായില്ല. മകനാണെങ്കിൽ അവിടെ പോകാതിരിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്തു തുടങ്ങി? അമ്മ സമ്മതിക്കാതെ അമ്മ ബലം പിടിച്ചു തുടങ്ങി. വിടില്ല. അങ്ങനെ അമ്മ അത്രയും ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്തതിനാൽ കുറേ നാളത്തേക്ക് അവൻ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇത് മറ്റേ സ്ത്രീക്ക് വളരെയധികം ദേഷ്യം ഉണ്ടാക്കി. പിന്നെ ഒരു ദിവസം അമ്മയുടെ കണ്ണ് വെട്ടിച്ച് ഈ മകൻ അവിടെ ചെന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് നിന്നെ കാണണ്ട, നിങ്ങളുടെ അമ്മ മരിച്ചാലല്ലാതെ ഇനി ഇങ്ങോട്ട് വരും വേണ്ട എന്ന് പറഞ്ഞ് വാതിലടച്ചു. ഇവനാണെങ്കിലോ എത്രയോ നാൾ കാണാതിരുന്നിട്ട് അങ്ങനെ ആശിച്ചു മോഹിച്ച് ചെന്നതല്ലേ, പറ്റാതിരുന്നപ്പോൾ അതിൻ്റെ വിഷമവും സങ്കടവും എല്ലാം കൂടി വന്നു. അപ്പോൾ അവൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? അമ്മ മരിച്ചാലല്ലാതെ ഇനി ഇങ്ങോട്ട് വരണ്ട. അവൻ വീട്ടിൽ ചെന്ന് എന്ത് ചെയ്തെന്നറിയാമോ? മൂർച്ചയുള്ളൊരു വെട്ടുകത്തി എടുത്ത് അമ്മയുടെ ശിരസ് അങ്ങോട്ട് ഛേദിച്ചു കളഞ്ഞു. ചോര ഇറ്റിറ്റ് വീഴുകയാണ് ആ ശിരസിൽ നിന്ന്. ആ പിടയുന്ന ശരീരത്തിൽ നിന്ന് ആ തലയെടുത്ത് മുടിയിൽ കൂട്ടിപ്പിടിച്ച് ആ രാത്രി സമയത്ത് ഇവൻ ഓടുകയാണ് ആ സ്ത്രീയുടെ വീട്ടിലേക്ക്. അങ്ങനെ ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ, വെളിച്ചം കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഇരുട്ടത്താണ് ഓട്ടം. ആ സമയത്ത് ഒരു മരത്തിൻ്റെ ഒരു കുറ്റി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവനിത് കണ്ടില്ല, ഓടുകയാണ് അവളുടെ വീട്ടിലേക്ക്. കുറ്റിയുമ തട്ടി ഒറ്റ വീഴ്ച, മുഖമടച്ച് വീണു. കയ്യിലുണ്ടായിരുന്ന അമ്മയുടെ ശിരസ് ഉരുണ്ടുരുണ്ട് താഴേക്ക് പോയി. ഇവൻ വളരെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റിരുന്ന് ഈ ശിരസിനായിട്ട് തപ്പുകയാണ്. എന്നിട്ട് അവസാനം ആ ശിരസ് കണ്ടുപിടിച്ചപ്പോൾ ആ ശിരസ് ചോദിക്കുകയാണ്, മകനെ നിനക്ക് വേദനിച്ചോ? മകനെ നിനക്ക് വേദനിച്ചോ എന്ന് ചോദിക്കുകയാണ്. സ്വന്തം അമ്മയെ വധിച്ച മകനോടുള്ള അമ്മയുടെ പ്രതികരണം കണ്ടോ? ഈ കഥ ഇവിടെ പറയാൻ കാരണം ഇതാണ്. അമ്മ വാത്സല്യഭാവം എവിടെയെല്ലാം ഉണ്ടോ അതിനെയെല്ലാം അമ്മയായി കണ്ട് ആരാധിക്കുന്ന ഒരു സംസ്കാരമുള്ള നാടാണ് നമ്മുടെ ഭാരതം. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗോമാതാവാണ് പശു. അതിൻ്റെ കുട്ടിയെ അതിൻ്റെ അടുത്തേക്ക് വിട്ടാൽ മതി, അത് ലോകത്തിന് തന്നെ നറുംപാൽ ചുരത്തിത്തരും. ശരിയല്ലേ? അതിൻ്റെ വിസർജ്യങ്ങളായിട്ടുള്ള ചാണകവും മൂത്രവും പോലും ഔഷധമാക്കിയിട്ടാണ് പുറത്തേക്ക് വിടുന്നത്. അങ്ങനെ വാത്സല്യഭാവം പശുവിൽ ദർശിച്ച നമ്മൾക്ക് പശു ഗോമാതാവായി. നമ്മുടെ മുക്കുവരോട് ചോദിക്കുക, ഫിഷർമെൻ, അവരോട് ചോദിക്കുക, അവർക്ക് കടൽ അമ്മയാണ്. എത്ര വാരിക്കൊടുത്താലും ഇനിയില്ല മക്കളെ എന്ന് പറയാത്ത അമ്മയുടെ വാത്സല്യഭാവം ആവോളം അനുഭവിച്ചതുകൊണ്ട് കടൽ അവർക്ക് കടലമ്മയായത്. അവരതിൻ്റെ മടിത്തട്ടിൽ കളിക്കുന്നു. ശരിയല്ലേ? അതുപോലെ നദികൾ, കളകളാരവം പുഴക്കി ഒഴുകുന്ന നദികൾ നമുക്ക് കേവലം ജലവാഹിനികളല്ല. അതുകൊണ്ടാണ് ഗംഗ നമുക്ക് ഗംഗാ മാതാവായതും യമുന മാതാവായതുമെല്ലാം.
തുളസി മാതാവാണ് നമുക്ക്, ഭഗവത്ഗീത നമുക്ക് ഗീതാ മാതാവാണ്. ഇങ്ങനെ വാത്സല്യഭാവം എവിടെയെല്ലാം ഉണ്ടോ അതിനെയെല്ലാം അമ്മയായി കാണുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കഥ ഇവിടെ പറഞ്ഞത്. നമ്മുടെ ഭാരതം നമുക്ക് മാതൃഭൂമിയാകുന്നതും ഇക്കാരണത്താലാണ്. കാരണം ഈ മണ്ണിലാണ് നമ്മൾ ജനിച്ചു വീണത്, ഇവിടെയാണ് നമ്മൾ സസുഖം വളരുന്നത്. അതുകൊണ്ട് ഈ ജനിച്ച ഈ നാട് നമുക്ക് അമ്മയാണ്. രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ലക്ഷ്മണ, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. അതുകൊണ്ട് തന്നെ ഈ മാതൃഭൂമിയുടെ വീരസന്താനങ്ങളായി വളരുവാനായിട്ട് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൊച്ചുകൂട്ടുകാർക്കും നമസ്കാരം.